രണ്ട് രീതിയിലാണ് ഒലുവുകൾ ഉണ്ടായിരുന്നത്. ഹദീസിൽ ഒലുവ് ആലിയായിട്ടുള്ള സനത് കിട്ടുന്നത് രണ്ട് രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഒലുവ് മുത്തലഖ്, രണ്ട് ഒലുവ് നിസബി. ഒലുവ് മുത്തലഖ് എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ പരമാവധി സുലാസിയാത്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് കിട്ടുക. ഒലുവ് നിസബി എന്ന് പറഞ്ഞാൽ അത് റിലേറ്റീവ് ആണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാല് ബുഖാരി ഇമാം ഈ ഹദീസ് 4 ആൾക്കാരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് ഹദീസ് എന്താ ഉണ്ട് 4 ആൾക്കാരിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ 5 ആൾക്കാരിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ബുഖാരി ഇമാമിനേക്കാൾ ബുഖാരി ഇമാം ബുഖാരി ഇമാം ഒരു പെർട്ടിക്കുലർ ഹദീസ് 5 ആൾക്കാരിലൂടെ റിവായത്ത് ചെയ്യുന്നത്. എനിക്ക് ഇതേ ഹദീസ് വേറെ ത്വരീഖിലൂടെ 4 ആൾക്കാരിലൂടെ റിവായത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ബുഖാരി ഇമാം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാനൻസിന് ഒരു ബെഞ്ച് മാർക്കാക്കി അതിനോട് കമ്പയർ ചെയ്തുകൊണ്ട് എന്താവുക, പിന്നെ അത് ഒലുവ് നസിബാണ്, മുത്തലക്കായിട്ടുള്ള എന്തല്ല ഒരു ഇതല്ല. അപ്പോ ഈ രീതിയിലാണ് മുസ്തഖ്റജുകൾ. മുസ്തഖ്റജ് അബൂബക്കർ ഇസ്മായിലി, അബിയാവാന അല്ലെങ്കിൽ അബിനൈമുൽ ഇസ്ബഹാനി, അങ്ങനെ കുറെ മുസ്തഖ്റജുകൾ ഉണ്ടാവും. അപ്പൊ ഇതിലൊക്കെ എന്താ വെച്ചാല് ബുഖാരിയിലുള്ള ഹദീസുകൾ തന്നെ ആയിരിക്കും അതിന്റെ മെറ്റീരിയൽ ആയിട്ട് ഉണ്ടാവുക. പക്ഷെ അതിന്റെ സനദ് എന്തായിരിക്കും, വേറെ സനദായിരിക്കും. അതിന്റെ ഒരു ഉദാഹരണം മുസാഫഹ, ബദല്, മുസാവ, മുവാഫഖ, അങ്ങനെ 4 രീതികളുണ്ട്. അത് നിങ്ങൾ നുഖ്ബയിൽ പഠിക്കും. ഏത് സ്റ്റേജിലാണ് അല്ലെങ്കിൽ എത്ര ഡിഗ്രി ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് വരുന്നതാണ്. അപ്പൊ മുസാഫഹക്ക് ഉദാഹരണം എന്താ വെച്ചാല് ബുഖാരി ഇമാം ഒരു ഹദീസ് എന്താണ് 4 ആൾക്കാരിലൂടെ റിവായത്ത് ചെയ്തത്, ഇയാൾക്ക് ഇത് 5 ആൾക്കാരിലൂടെ കിട്ടി. ഇതിനാണ് മുസാഫഹത്ത് പറയാം. അപ്പൊ ഇമേജിൻ ബുഖാരി ഇമാം ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവണം, ബുഖാരി ഇമാം ആയിരിക്കണം ഇയാൾക്ക് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് അതിന്റെ അർത്ഥം. കാരണം ബുഖാരി ഇമാമും ബുഖാരി ഇമാമിന് 4 ആണെന്നുണ്ടെങ്കിൽ ഇന്റെ ഷെയ്ഖ് ശരിക്കും ആരാണ്, ബുഖാരി ഇമാമാണ്. അല്ലെങ്കിൽ അതുപോലെയാണ്, ശരിക്കാണെന്നല്ല അതുപോലെയാണ്. അതിന് ഇപ്പൊ മുസാഫഹ എന്താ, ഹാൻഡ് ഷെയ്ക്ക് എന്നാണല്ലോ. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആരെ കണ്ടിട്ട്, ബുഖാരി ഇമാമിനെ കണ്ടിട്ട്, ഞാനല്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആള് ബുഖാരി ഇമാമിനെ കണ്ടിട്ട് കൈ കൊടുത്തിട്ട് ആ ഹദീസ് സ്വീകരിച്ച പോലെയാണ്. അപ്പൊ ഈ രീതിയിലുള്ള മുസാഫ ഇത് ഒലുവ് നിസബിക്കുള്ള ഉദാഹരണമാണ്. അപ്പൊ ഇതിന്റെ ഒരു ഉദാഹരണം അബൂബക്കർ ഇസ്മായിലി ഉപരെ മുസ്തഖ്റജ് ഉണ്ട്. അപ്പോ അബൂബക്കർ ഇസ്മായിലി തങ്ങള് ഒരു ഹദീസ് 5 ആൾക്കാരിലൂടെ റിപ്പോർട്ട് ചെയ്യണം. മൂപ്പര് വഫാത്ത് ഹിജ്റ 371 ഇമാം മുസ്ലിം എത്രയില് വഫാത്ത് ആവണത്, 294 6 261 254 ഓക്കെ 261. അപ്പോ 100 വർഷത്തിന് ഗ്യാപ്പ് ഉണ്ട്. മാത്രല്ല മൂപ്പര് 271 അബൂബക്കർ ഇസ്മായിൽ ജനിക്കുന്നത്, അല്ലെങ്കിൽ വർഷം അഡ്ജസ്റ്റ് ചെയ്യാം, ഉറപ്പില്ല. അപ്പോ എന്ന് പറഞ്ഞാല് ഇമാം മുസ്ലിം വഫാത്തായിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ആര് ജനിക്കുന്നത്, അബൂബക്കർ ഇസ്മായിൽ ജനിക്കുന്നത്. പക്ഷെ ഈ ഒരു ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിട്ടും എന്താവുന്നുണ്ട്, അബൂബക്കർ ഇസ്മായിലിക്ക് മുസ്ലിം ഇമാമും ഇയാള് മുസ്ലിം ഇമാമ് വഫാത്താവുമ്പോ അബൂബക്കർ ഇസ്മായിൽ ജനിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് പോലും അബൂബക്കർ ഇസ്മായിലിക്ക് എന്താവുണ്ട്, മുസ്ലിം ഇമാമെന്ന് സനത് കിട്ടിയ പോലെ എന്ന രീതിയിൽ, ശരിക്കല്ല കിട്ടിയ പോലെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് വേറെ ത്വരീഖിലൂടെ അല്ലെങ്കിൽ മുസ്ലിം ഇമാമിന് കിട്ടിയ സനദിലേക്ക് ആല സനത് ചിലപ്പോൾ കിട്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം ഇമാമിന്റെ ഷെയ്ഖിലേക്ക് എത്തുന്ന ആള് സിമ്പിളാണ്. ഇതിന്റെ ലോജിക് വളരെ സിമ്പിളാണ്. മുസ്ലിം ഇമാമ് മരിച്ചിട്ടുണ്ടാവും, മുസ്ലിം ഇമാമിന്റെ ഷെയ്ഖ് എന്നായിരിക്കും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ മുസ്ലിം ഇമാമിന് ഈ ഹദീസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഈ ഷെയ്ഖ് റിപ്പോർട്ട് ചെയ്ത വേറൊരാൾ ജീവിച്ചാൽ മതി. മുസ്ലിം ഇമാം മരിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ കിട്ടും. വളരെ സിമ്പിൾ ആണ് അതിൻ്റെത്. പക്ഷെ ഇവര് ഇതിനോട് ഈവൻ ഇൻ പോസ്റ്റ് കാനലിക്കൽ പീരീഡിൽ പോലും ഈ കാനിനോട് കമ്പയർ ചെയ്തിട്ട് എന്താവുക, ഹദീസിന്റെ ട്രാൻസ്മിഷന്, അതിന്റെ എലവേഷന് എന്ന രീതിയിൽ ഇറക്കിയത്.